വൈബ് ആള്. അതെ, നല്ല ഹാപ്പിയാ പുള്ളിക്കാരൻ. നമ്മൾ കാണുന്ന വിനായകനല്ല സെറ്റില്. തിയേറ്ററിൽ ഇപ്പൊ നോക്കിയോ ഇങ്ങനെ ചുറ്റുമുള്ളവരെ ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞു അവരുടെ റിയാക്ഷൻ എന്താന്നൊക്കെ നോക്കിയോ? ഇല്ല. പിന്നെ എങ്ങനെയായിരുന്നു തിയേറ്ററിൽ? അയ്യോ ആരും ഒന്നും പറയില്ല. ഹിഫ്രസിന്റെ ജീവിതം എടുത്ത് നോക്കുവാണെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു ടൈറ്റിൽ എന്താ? ടൈറ്റിൽസ് എന്താ പറയാ, ഞാൻ കിട്ടുമ്പോ പറയാം. പിന്നെ പിന്നെ പറയാം, പോകുമ്പോ പറഞ്ഞ പോലെ നിങ്ങളടുത്ത്. റൂമിനകത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് അതിലൊക്കെ ആ ഒരു മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. മടിയനാണോ അതോ ഭയങ്കര ആക്റ്റീവായിട്ടെല്ലാം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്? പണിയെടുക്കാൻ മാത്രമേ മടിയുള്ളൂ. ചായ് ബൈ ഫ്രദ് ബൈ ക്യാ ഹുവാ? എന്താ പറയുന്നത്? ഞാൻ പറ ആ ബ്രോ അച്ചായ ബ്രോ. ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന മൂവിയിലൂടെ മലയാള സിനിമയിലേക്ക് എൻട്രി നടത്തിയിരിക്കുകയാണ് ദ ഫേമസ് കോണ്ടന്റ് ക്രിയേറ്റർ ഹിഫ്രസ് ഇപ്പു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഫേമസ് ആണെന്ന്. കാരണം മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ഓരോ വീഡിയോയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോകുന്നു കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് ഇപ്പൊ ചെയ്യാറില്ല, കുറവാണ്. ഇപ്പൊ ചെയ്യാറില്ല. ഇപ്പൊ പടത്തിന്റെ ഷൂട്ടൊക്കെ ആയതുകൊണ്ട് കുറച്ച് സൈഡാക്കി വെച്ചിരിക്കുക. ഓക്കെ. മൊത്തത്തിൽ പെറ്റ് ഡിറ്റക്റ്റീവ് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു ഒപ്പീനിയൻ, അഭിപ്രായമൊക്കെ കേട്ടോ? കേട്ടായിരുന്നു. നല്ല വൈബ് പടാന്നാ പറഞ്ഞത്. കാരണം വെട്ടം, ആട്, ആ ഒരു സംഭവം ക്ലൈമാക്സ് എത്തുമ്പോ ഭയങ്കര ത്രില്ലിംഗ് ആയി പോകും. അതെ, കൺഫ്യൂഷൻ ആ ഒരു പരിപാടിയാണ്. ഒരുപാട് പേര് CID മൂസേനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അതെ, അത് ആ പണ്ടത്തെ വൈബില്ലേ, നമ്മളെ ദിലീപ് ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള വൈബ്, ആ സംഭവം തന്നെ സെയിം. ഷറഫുദ്ദീൻ നല്ല പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇത്രയും നല്ലൊരു മൂവിയുടെ പാർട്ടാവാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്. ഇതില് ചെറിയൊരു സീനേ ഉള്ളൂ എനിക്ക്, കാരണം അത് ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ പടത്തിൽ ഒന്നുകൂടെ ഇതായി ഇത് റോള് കിട്ടി. പിന്നെ മൂന്നാമത്തെ പടത്തിൽ അധികം റോള് കിട്ടി. അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്കുള്ള എൻട്രി? ഇത് എൻ്റെ ചെയ്യുന്ന റീൽസൊക്കെ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അവരുടെ അടുത്ത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ വിളിച്ചതാ. കാരണം അവർക്ക് വേണ്ടത് കാശ് കൊടുത്ത 10 പയ്യന്മാരെയാണ്, മോഡലിംഗ് ആയിട്ടുള്ള 10 പയ്യന്മാരെ അവർക്ക് വേണ്ടത്. കാരണം എനിക്ക് ഇത്ര മില്യൺ ഉണ്ടോ, ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആണോ അവർക്കറിയില്ല. പടത്തിൽ പോയി കഴിഞ്ഞാൽ അതൊന്നും ഇല്ല അവിടെ, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ആ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പോയി, എനിക്ക് ഒന്നുകൂടി, ഞാൻ ഇങ്ങനെയല്ല പോയത്, ചെറിയ റോളിനാണ് പോയത്. പിന്നെ അവരെ കണ്ടിട്ട് ഒന്നുകൂടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്ന് അങ്ങനെ ചെയ്ത് അവരെ കാണിച്ചു കൊടുത്തു. റീൽസ് ചെയ്തത് കാണിച്ചു കൊടുത്തു. അവരെ കൂടെയൊക്കെ റീലൊക്കെ ചെയ്ത് വൈബാക്കിയായിരുന്നു. ശരി. ഒരുപാട് ഇപ്പം റീൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റൺസ് ഉണ്ട്, അതിനിടയ്ക്ക് ഇമോഷൻസ്, എനിക്ക് തോന്നുന്നു ഒത്തിരി ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ടൈപ്പ് റീൽസ് ചെയ്യാറുണ്ട്. ബ്രേക്കപ്പ്, അപ്പൊ അതിന് കരയുന്നു, അതുപോലെ തന്നെ ഫണ്ണി, ഒരു റൂമിനകത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് അതിലൊക്കെ ആ ഒരു മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ അഭിനയത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഈവൻ മൂവിയിലും അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അത് ഇപ്പൊ നമുക്ക് മൂവി ചാൻസ് വരുമ്പോ ഏത് ക്യാരക്ടറാണെന്ന് പറയൂലല്ലോ. ചിലപ്പോ ഇങ്ങനത്തെ ക്യാരക്ടർ വന്നാൽ ചെയ്യാലോ നമുക്ക്. അതുകൊണ്ട് എല്ലാ ടൈപ്പ് നമ്മൾ പഠിച്ചു വെക്കണം. ഏത് ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് അധികം മാസ് ടൈപ്പാ. വില്ലത്തരം കളിച്ചിട്ട് ആ സൈക്കോ ടൈപ്പും, പിന്നെ ഫൈറ്റ്. എനിക്ക് അധികം സ്റ്റണ്ടാണ് ഇഷ്ടം. എൻ്റെ മൂന്നാമത്തെ പടത്തിൽ അത് എനിക്ക് കിട്ടിയായിരുന്നു. അത്യാവശ്യം നല്ല ഫൈറ്റ് ഒക്കെ ആയിട്ട് ഒരു പടമാണ് അല്ലേ? യൂഷ്വലി ഈ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന കോണ്ടന്റിനകത്ത് ഫൈറ്റ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ആരാ? ഞാൻ തന്നെ എല്ലാം തന്നെയാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടൂല. അപ്പൊ അവരുടെ ഓപ്ഷൻ കേട്ടിട്ട് ഒന്നുകൂടി ഞങ്ങൾ ബെറ്റർ ആക്കും. ഞങ്ങളൊരു ടീമാണ്. ആ ടീമിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില് സെറ്റിലുള്ള വൈബും ഒക്കെ? ആക്ടിങ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു മൂവിയിൽ വരുമ്പോൾ കോണ്ടന്റ് ക്രിയേഷനിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. എസ്പെഷ്യലി ഇഫ്രസിനെ പോലെ ഡയലോഗ്സ് കുറവായിട്ടുള്ള റീൽസ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ വരുമ്പോൾ ഡയലോഗ് പറയണം അല്ലെ, കൂടെ ഒരു ആളുണ്ട്, അപ്പൊ അവരുടെ അടുത്ത് റിയാക്ട് ചെയ്യണം. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഡയലോഗ് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് വലിയ മിസ്റ്റേക്ക്. കാരണം നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റൂല ഡയലോഗ് ഇല്ലെങ്കിൽ. പിന്നെ നമ്മൾ കണ്ടന്റ് ചെയ്യൂലേ, ആ കണ്ടന്റിൽ വോയിസ് ഇല്ലല്ലോ. അവിടെ പോയി ചെയ്യുമ്പോൾ അത് ഭയങ്കര സംഭവമായി നിൽക്കും. കാരണം നമുക്ക് ചെയ്യാൻ പറ്റൂല, ഓപ്പൺ ആയിട്ട് നമുക്ക് ആ ഡയലോഗ് പറയാൻ പറ്റൂല. ഞാൻ അതുകൊണ്ട് മാക്സിമം കണ്ടന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഓണേഴ്സ് പിടിക്കാനാണ് നോക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ബെറ്റർ ആവുമല്ലോ. സ്വന്തമായിട്ടാണ് ഡബ് ചെയ്ത് ക്യാരക്ടറിന് വേണ്ടി? അതെ. ഇതില് കാസർഗോഡത്തെ ലാംഗ്വേജ് തന്നെയാണ്. പിന്നെ കുറെ സീൻസ് കട്ടായി പോയി, വിനായകത്തിന്റെ കുറെ സീൻസ് കട്ടായി, അപ്പൊ നമ്മളെ സീനൊക്കെ കട്ടായി.
അല്ല അപ്പൊ ഡബിങ് ഒക്കെ പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ, കാരണം ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞു. അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി തടിക്ക് വിറക്കും പോകും. മനസ്സിലായില്ല. അല്ല, നമുക്ക് പേടിയാവും, ആദ്യമായിട്ട് ഡബിങ് ചെയ്യുന്നതാ. അതിനെന്താ ഇപ്പൊ കാസർഗോഡ് സ്ലാങ്ങി പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞു. നമുക്ക് തടിയൊക്കെ വെറുക്കും. തടിയൊക്കെ വെറുക്കും, അതായത് ബോഡിയൊക്കെ വെറുക്കും. ഓക്കെ. എന്നിട്ട് എങ്ങനെ മാനേജ് ചെയ്തു? എങ്ങനെ മാനേജ് ചെയ്തു? അത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോ നമുക്ക് കിട്ടും, ധൈര്യമൊക്കെ കിട്ടും. പിന്നെ അതേപോലെ ചെയ്യണം. വിനായകനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നോ? വിനായകൻ ഭയങ്കര വൈബ് ആള്. അതെ, നല്ല ഹാപ്പിയാ പുള്ളിക്കാരൻ. നമ്മള് കാണുന്ന വിനായകനല്ല സെറ്റില്, വേറെ തന്നെ ഒരു പുള്ളിക്കാരനാ. എനിക്ക് ഇഷ്ടാ പുള്ളിക്കാരൻ. ഞങ്ങളെ ഇഷ്ടാ ഭയങ്കര, കാരണം പുള്ളിക്കാരന്റെ ഗ്യാങ് അല്ലേ നമ്മളതില്. അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ഇഷ്ടം. കോമ്പിനേഷൻ കൂടുതൽ വിനായകന്റെ കൂടെയാണ്, അല്ലാതെ അവിടുത്തെ ആർട്ടിസ്റ്റിനൊക്കെ കാണാൻ പറ്റുമോ? ഷർഫിക്കൊക്കെ പൊളിയാണല്ലോ. ഷർഫിക്കൊക്കെ നല്ല വൈബ് ആള്. പുതിയൊരാളാണല്ലോ, അപ്പൊ അയാൾ പെർഫോം ചെയ്യുന്ന എങ്ങനെയാന്ന് എല്ലാരും ഒന്ന് നോക്കും. അപ്പൊ പെർഫോം ചെയ്ത് കഴിഞ്ഞ് യൂഷ്വലി കേൾക്കാറുണ്ട്, ഫസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൈയൊക്കെ അടിക്കും. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആദ്യത്തെ പടത്തിലില്ലായിരുന്നു, രണ്ടാമത്തെ പടത്തിലില്ലായിരുന്നു, മൂന്നാമത്തെ പടത്തിലുണ്ടായിരുന്നു. അതാണ് അത്. എനിക്ക് ആദ്യം ഇഷ്ടം ഫൈറ്റാണ്. അപ്പൊ ഫൈറ്റ് കറക്റ്റ് ആയിട്ടൊക്കെ വരുമ്പോ കൈയടിയൊക്കെ കിട്ടും. കൊള്ളാടെ മുത്തേ സൂപ്പറാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹാപ്പിയാ. പിന്നെ ഒന്നുകൂടി ചെയ്യാൻ നമുക്ക് മൂഡായിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ പടം മൂന്നാമത്തെ പടം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഏത് മൂവിയാണ്? ഡെർബിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പടം. ഡെർബി എന്ന് പറയുന്ന പടം. അതിൽ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു കോളേജ് പരിപാടിയാണ്. ബാക്കിയൊന്നും പറയുന്നില്ല, അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ പടം കണിമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. കണിമംഗലം കോവിലകം. അതില് ഹോസ്റ്റൽ പരിപാടി തന്നെയാ, ഹൊറർ സംഭവം അത്. പിന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സെറ്റ് ഒന്ന് ഡിറ്റക്റ്റീവും പിന്നെ ഒന്ന് ഡെർബിയാണ്. ഡെർബി എന്ന് പറഞ്ഞല്ലോ, ഡെർബിയിൽ ആരൊക്കെയാണ് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ്? കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് സാഗർക്ക് ഉണ്ട്, പണിയിലെ വില്ലൻ സാഗർ സൂര്യ. പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അവരൊക്കെ ഗസ്റ്റ് റോളാണ്. ഓസിലറിൽ വില്ലന്മാരായിട്ട് അഭിനയിച്ച മമ്മൂട്ടിന്റെ ചെറുപ്പകാലം അഭിനയിച്ച ഒരു പയ്യനില്ല, അവനൊക്കെ ഉണ്ട്. അവനാണ് നായകൻ തോന്നുന്നു. പിന്നെ ആവേശത്തിലെ പിള്ളേരുണ്ട്, വായലത്തെ പിള്ളേരുണ്ട്, അങ്ങനെ കുറെ പിള്ളേരുണ്ട്. മലയാള സിനിമയിൽ എല്ലാരും ഉണ്ട്. ഹിറ്റായി നിൽക്കുന്ന പടത്തിന്റെ എല്ലാ ആൾക്കാരും ഉണ്ട്. കണിമംഗലം കോവിലകം അതിലും അങ്ങനെ തന്നെയാ. അതിൽ അധികം ഇൻഫ്ലുവൻസർമാരും യൂട്യൂബേഴ്സും അങ്ങനെയുള്ള പരിപാടിയാണ്. ആർട്ടിസ്റ്റ് കുറവാണ്, എന്നാലും നല്ല പരിപാടിയാണ്. അതിലാണ് സ്റ്റണ്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഡെർബിലാണ് സ്റ്റണ്ട് ഒക്കെ ഉള്ളത്, ഫൈറ്റിംഗ്. ഇത് ആ ഹോസ്റ്റൽ വൈബ്. അതേ ആക്ട് ചെയ്യാൻ ഏറ്റവും ഒരു സ്കോപ്പ് കണ്ടത് ഏത് മൂവിയിലാണ്? അതന്നെ ഡെർബിയ പൊളി. അതിലെ റോൾ എങ്ങനെയാ? അതില് റോള് വില്ലന്മാരാ. ഞങ്ങളൊരു 5 പേര് വില്ലന്മാരും 5 പേര് നായകന്മാരും. അങ്ങനെ ഒരു കോളേജ് ക്യാമ്പസ് ഒരു വൈബാ. അടുത്തൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആരെയാ? എനിക്ക് തമിഴിലാണ് ഇഷ്ടം. തമിഴില് കേറാനാണ് ഇഷ്ടം. മലയാളത്തിലാണ് അതുകൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട്, ചാൻസ് കിട്ടിയത്. പക്ഷെ തമിഴിലേക്ക് പോകാനാണ് മനസ്സിൽ പ്ലാൻ അല്ലേ? കിട്ടുമായിരിക്കും. ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ. എനിക്ക് അന്നൊരു കോളൊക്കെ വന്നായിരുന്നു തമിഴ് പടത്തിന്റെ. ഒരു കയറി നിൽക്കുന്ന ടൈമില്ലേ, എനിക്ക് പെട്ടെന്ന് വില്ലൻ അടിച്ചത്. ആ ഒരു കത്തി കയറിയ സമയത്ത് വിളിച്ചായിരുന്നു. പിന്നെ അതിന്റെ അപ്ഡേഷൻ ഇല്ലായിരുന്നു. കിട്ടും, ചാൻസ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതായത് ഞാൻ ചോദിക്കൂല, ഇങ്ങോട്ട് വരുമ്പോ മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ടില്ല. അന്നൊരു പ്രാവശ്യം ദുബായിൽ ട്രൈ ചെയ്തായിരുന്നു. ഒരു ഷൈൻ ടോപ്പിന് ഒരു പടത്തിന് പോയായിരുന്നു. അന്ന് കിട്ടിയില്ല. അത് റീൽ ക്രിയേറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അത് സിനിമയിൽ അഭിനയിക്കുന്നതാണോ? എന്തായാലും നമുക്ക് റീൽ തന്നെയല്ലേ വലുത്, കാരണം നമ്മളൊക്കെ ആക്കിയത് അതാണ്. ഞങ്ങള് 4 പേര് അറിയുന്നുണ്ടെങ്കിൽ അത് റീൽ വഴി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ആയിരിക്കും മെയിൻ ഫസ്റ്റ്. ഇത് നമ്മൾ ഇഷ്ടത്തിൽ ചെയ്യാലോ, കുഴപ്പമില്ല. പടത്തില് പേഴ്സണലി ഹിഫ്രസിന് ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് എന്താ? ഒന്നാമത് ഡിറ്റക്റ്റീവ് എൻ്റെ ആദ്യത്തെ പടമായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. നമുക്കൊരു ആഗ്രഹമല്ലേ, എന്തായിരിക്കും പടം, സെറ്റ്, എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിലൊക്കെ ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് പോയതാണ്. രണ്ടാമത്തേൽ എന്നെ വിളിച്ചതാണ്. മൂന്നാമത്തേൽ വിളിച്ചത് മറ്റേ അത് എനിക്ക് മൂന്നാമത്തെ പടം ഇഷ്ടപ്പെട്ട്, കാരണം നമുക്ക് സ്റ്റണ്ടൊക്കെ കിട്ടി, ഫൈറ്റൊക്കെ കിട്ടി, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. കാണുന്നു പോലും വിചാരിക്കാത്ത ആൾക്കാരോട് നമ്മൾ വർക്ക് ചെയ്ത്, അപ്പൊ ആ പടത്തിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുറെ ആർട്ടിസ്റ്റ് ഉണ്ട് അതിൽ, എല്ലാ വലിയ വലിയ ആൾക്കാരാണ്, ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതൊരു ആഗ്രഹം തന്നെയല്ലേ. ഹിഫ്രസിന്റെ ജീവിതം എടുത്ത് നോക്കുവാണെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു ടൈറ്റിൽ എന്താ? ടൈറ്റിൽ എന്താ പറയാ, അയ്യോ
ഓർമ്മയിൽ വരുന്നില്ല. ഒന്നും വരുന്നില്ല. എന്തെങ്കിലും ആലോചിക്കും. കിട്ടുമ്പോ പറയാം. പിന്നെ പിന്നെ എപ്പോഴാ? പിന്നെ പറയാം, പോകുമ്പോ പറഞ്ഞാ വരെ നിങ്ങളടുത്ത്. ഓക്കെ, ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് എന്താ കരുതുന്നത്? ഇങ്ങനെ പടമൊക്കെ ആയിട്ട് പോകണം. അഭിനയം തന്നെ അഭിനയം തന്നെ കണ്ടിന്യൂ എനിക്ക് ഇഷ്ടം. അഭിനയം അതാ. ഫോളോവേഴ്സ് ഒക്കെ അങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും, സജഷൻസ് ഒക്കെ തരുമോ? പിള്ളേരൊക്കെ പറയും ബ്രോന്റെ വീഡിയോ സൂപ്പറാണ് എനിക്ക് പറയും. അങ്ങനെ നമുക്കൊരു ഇതല്ലേ. ഏറ്റവും കൂടുതൽ ഫാൻസ് എവിടുന്നാ? കേരളത്തിൽ നിന്ന് തന്നെയാണോ അതോ തമിഴ്നാട്? അങ്ങനെ എനിക്ക് എല്ലാ ജില്ലയിലും ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് അധികം കേരള, പിന്നെ മുംബൈ, ഡൽഹി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, UP, പിന്നെ ദുബായ്, അങ്ങനെ. ദുബായിൽ മലയാളികൾ തന്നെ അധികം, UP അധികം, ബംഗ്ലാദേശ്, അങ്ങനെയൊക്കെ. അവരൊക്കെ മെസ്സേജ് അവരൊക്കെ മെസ്സേജ് ആയി ബൈ ഇഫ്രാദ് ബായ് ക്യാ ഹുവാ. എന്താ പറയുന്നത്? ഞാൻ പറ ആ ബ്രോ അച്ചായ ബ്രോ. ഹിന്ദി എനിക്ക് ഹിന്ദി കുറച്ച് ഇവരടുത്ത് സംസാരിച്ചിട്ടാ ഞാൻ ഹിന്ദി പഠിച്ചത്. എനിക്കറിയില്ലായിരുന്നു. ഇവരൊക്കെ വിളിച്ച് സംസാരിക്കും, കുറച്ച് പഠിച്ച് ഇവരെ പഠിപ്പിച്ചു തന്നു കുറച്ച്. ഏതാണ് കൂടുതൽ ത്രില്ല് തരുന്നത്? ആക്ടിങ് ആണോ അതോ ഡയറക്ടിങ് ആണോ? ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ അതിനകത്ത് ഡയറക്ഷൻ ഉണ്ടല്ലോ. അതിൽ ഏതാണ് ത്രില്ലിങ്? ആക്ടിങ്. അപ്പൊ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞോടെ ഇഷ്ടമാണ്, അധികം ആക്ടിങ് ആണ് ഇഷ്ടം. ഹിഫ്രസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോജി, വാട്സപ്പ് ഇമോജി ചൂസ് ചെയ്യാൻ പറഞ്ഞ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഇങ്ങനെ ചിരിക്കൂലേ? നാണിച്ചിരിക്കുന്ന? അല്ലല്ല, പല്ല് കാണിച്ചിരിക്കൂലേ? അങ്ങനെയാ കാണിച്ചേ. കൈ മാറ്റിട്ട് ചിരിക്കൂലേ? ആ സംഭവം എങ്ങനെയാ? ടെക്സ്റ്റ് പേഴ്സൺ ആണോ കോൾ പേഴ്സൺ ആണോ? കോളാണ് ഇഷ്ടം. അതെ, കോള് അധികം സംസാരിക്കാറില്ല, എന്നാലും കോളാണ് എളുപ്പം. എളുപ്പമല്ല, ഇഷ്ടതാണ്. വിളിച്ചു കഴിഞ്ഞാല് പോസ്റ്റ് കൊടുക്കുന്ന ആളാണോ? ഇല്ല, ഞാൻ വിളിച്ചപ്പോ തന്നെ പോവും. ഈ റീല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടെ ഉള്ള ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാത്ത? ഇല്ല, അവരൊക്കെ വിളിക്കണം, പോയിട്ട് അടിച്ചിട്ടൊക്കെ വിളിക്കണം. സത്യം വരൂലെന്ന്. അന്നൊരു പ്രാവശ്യം സെറ്റാക്കിയിട്ട് വീഡിയോ ചെയ്തായിരുന്നു, ലൈറ്റും ഇതൊക്കെ ഇട്ടിട്ട്. അത് നല്ല റീച്ചൊക്കെ പോയി. ആർഡിക്സിൻ്റെ ഒരു വീഡിയോ. അതിൽ ആൾക്കാരൊക്കെ കൂടിയിട്ട് നാട്ടുകാരൊക്കെ വന്നു, എന്താ പരിപാടി, ഫുഡ് എന്താണ് കൊടുക്കുന്നുണ്ടോയെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ, ഇതാണ് ഷൂട്ടാണ്. ഓക്കെ എന്ന് പറഞ്ഞ് പോയി എല്ലാവരും. മടിയനാണോ അതോ ഭയങ്കര ആക്റ്റീവായിട്ടെല്ലാം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? പണിയെടുക്കാൻ മാത്രമേ മടിയുള്ളൂ, റീൽസും ചെയ്യാൻ മടിയില്ല. അപ്പോൾ വേഗം തന്നെ പോവുക ഇറങ്ങിയിട്ട്. പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. പണിയെടുക്കാൻ ഏത് തരം പണികളെ? വീട്ടിലെ പണി. അത് അനിയന്മാരാ നോക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, അതേപോലെ ചെയ്യും പാവങ്ങൾ. വീട്ടിലാരൊക്കെയാണ് പ്രശ്നമുള്ളത്? വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മയും ചെറിയ സിസ്റ്ററും. 2 സിസ്റ്റർമാരുണ്ടായിരുന്നു, ഒന്ന് മാരേജ് ആയി പോയി. പിന്നെ ചെറുതും 2ൽ പഠിക്കുക. ഭയങ്കര രസമായിരിക്കുമല്ലോ അപ്പൊ? ഇല്ല, വലിയ രസമൊന്നുമില്ല, അത്യാവശ്യം. വില്ലൻ റോൾ അല്ലെങ്കിൽ ഹീറോ റോൾ, അങ്ങനെ ഇഫ്രസിന്റെ ഒരു ചോയ്സ് തരുവാണ്, ഇഫ്രസ് എന്തായിരിക്കും ചൂസ് ചെയ്യുന്നത്? തരൂല, എന്നാലും വെറുതെ പറയാം. അതിനെ തരൂല എന്നൊക്കെ എഴുതി എഴുതും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാലേ കിട്ടൂ. അതാണോ നമ്മുടെ ആഗ്രഹിക്കാൻ പാടില്ല, എന്നാ കിട്ടും. അങ്ങനെ കിട്ടൂല. എനിക്ക് വില്ലനാ ഇഷ്ടം. ഒരു വില്ലന്റെ ഒരു മാനറിസം കാണിക്കാൻ പറഞ്ഞാല് ഇഫ്രസ് പെട്ടെന്ന് ബോഡി ലാംഗ്വേജിൽ വരുത്തുന്ന ഒരു മാറ്റം എന്തായിരിക്കും? ഇല്ല, ഇങ്ങനെയൊക്കെ നിൽക്കും. ടൈപ്പ് ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോ തന്നെ ഒരു അറ്റ് വരും. ഒരു നോട്ടം നോക്കാവോ? ഇപ്പോ അതാ ക്യാമറന്റെ മുമ്പിൽ പോകുമ്പോ ഒന്നുകൂടി കിട്ടും. സപ്പോസ് ഞാനിപ്പം ഇഫ്രസിനെ എന്താ പറയാ ദ്രോഹിക്കാൻ വന്ന ഒരാളാന്ന് വിചാരിക്കുക, അപ്പൊ തിരിച്ച് എന്നെ ഇടിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിക്കുക. അപ്പൊ ഇടിക്കണോ? ഇടിക്കണ്ട, ഇരിക്കരുത്. ലുക്ക് അന്നേരം നമ്മളൊരു ലുക്ക് പോവുമല്ലോ. അതായത് നമ്മൾ ഇടിക്കാൻ പോവാന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അതൊക്കെ പണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ഇപ്പൊ അങ്ങനെ നോക്കില്ല, ഇപ്പൊ നോർമലായിട്ട് ഇങ്ങനെ നോക്കും, ഇങ്ങനെയൊക്കെ നോക്കും. എന്നിട്ട് നേരെ ഒന്ന് ഇടിക്കും. ഇരിക്കും. അതേപോലെ പ്രപ്പോസ് ചെയ്യാനാണെങ്കിൽ ഏത് ലുക്കായിരിക്കും അപ്പൊ കൊടുക്കുക? ഇപ്പൊ ഒരു പെണ്ണിന് പ്രപ്പോസ് ചെയ്യുമ്പോൾ ചിരിച്ചല്ലേ നിൽക്കുക? ഒന്ന് കാണിച്ചു മുഖം. ഇങ്ങനെ ചിരിച്ചാ എങ്ങനെയാ? ഫണ്ണി ലുക്കായി പോയില്ല, എന്നിട്ടൊരു റൊമാൻറ്റിക് സ്മൈൽ ഇങ്ങനെ നിൽക്കാം. സത്യം അതിനെ ചമ്മലായതുകൊണ്ടാ? ഇല്ലെങ്കിൽ നോർമലായിട്ട്. ഒരു ക്രിയേറ്റർ അല്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ബിസിനസ്സിലേക്ക് ഇറങ്ങില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും പന്തല് പണിയിൽ ഉണ്ടായിരുന്നു. അല്ല, എന്താ പറഞ്ഞു? എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും പണിയെടുത്തോണ്ട് ഇരുന്നേ.
അത് എന്ത് പണിയായിരിക്കും ക്രിയേറ്റർ അല്ലെങ്കിൽ? ഞാൻ അധികം പഠിച്ചിട്ടില്ല, +2 വരെ പഠിച്ചിട്ടുള്ളൂ. ആ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയ ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. ഇതില്ലായിരുന്നു ഇപ്പം ഞാൻ ഒന്നുമില്ലായിരുന്നു. +2 കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാൻ എത്ര നാളെടുത്തു? 6 വർഷം. 6 വർഷം. 6 വർഷമല്ല, അതിനേക്കാളും മുകളിലായി. കാരണം ടിക്ടോക്കുള്ള ടൈമിനാണ് ഞാൻ കയറിയത്. ആ ടിക്ടോക്ക് പോയ ശേഷം നമുക്ക് പ്ലാറ്റ്ഫോം ഇല്ലാതായിപ്പോയി. അങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ കയറി അവിടെ നിന്ന് ഒരു ഇതുണ്ടാക്കി, ഐഡിയ ഉണ്ടാക്കി, അങ്ങനെ ചെയ്താൽ അത് 6-7 വർഷമായി തുടങ്ങിയിട്ട്. അത്ര നാൾ വരെ ഒരു 300-400K ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. സഡനായിരുന്നു കയറിയത്. കയറുന്നതിന്റെ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? ഡ്രസ് ഷോപ്പിലായിരുന്നു. പണ്ടത്തെ മറ്റേ ഇതൊക്കെ വെക്കൂലേ, മടിക്കൊക്കെ വെക്കൂലേ, ആ സംഭവമായിരുന്നു. ഡ്രസ് ഷോപ്പിൽ പണിക്ക് നിന്നവിടുന്ന് റീൽസൊക്കെ ചെയ്ത് കയറിയത്. പിന്നെ വേണ്ടെന്നായി സൈഡിൽ കയറി. ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന മൂവി ഏതാണ്? പണ്ടത്തെ ഇതൊക്കെ CID മൂസ, പറക്കും തളിക, ദിലീപ് ഏട്ടൻ്റെ പടം അധികം കാണാം. പെറ്റ് ഡിറ്റക്റ്റീവ് അങ്ങനെ ഇനി റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ ചാൻസ് ഉള്ള ഇറങ്ങുമ്പോൾ കാണാന്ന് വിചാരിച്ച്. OTT ഇറങ്ങുമ്പോൾ കാണാം. ഒന്നുകൂടെ തിയേറ്ററിൽ പോയി കാണാമല്ലോ. അത് കാണണം, നാട്ടിലത്തെ പിള്ളേരെ കൂടെ ഒന്ന് കാണണം. ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ ഒരു പ്രത്യേക ഇതല്ലേ. അങ്ങനെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒന്ന് കാണാൻ? ഫ്രണ്ട്സ് ഇപ്പൊ ഇന്നില്ലായിരുന്നു. അവിടെ നാട്ടില് വെയിറ്റിംഗ് തന്നെ കാണാൻ വേണ്ടിട്ട്. അവരുടെ കൂടെ പോയിട്ട് കാണണം. അങ്ങനെ തിയേറ്ററിൽ ഇപ്പൊ നോക്കിയോ ഇങ്ങനെ ചുറ്റുമുള്ളവരെ ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞോ, അവരുടെ റിയാക്ഷൻ എന്താന്നൊക്കെ നോക്കിയോ? ഇല്ല. പിന്നെ എങ്ങനെയായിരുന്നു തിയേറ്ററിൽ? അയ്യോ ആരും ഒന്നും പറയില്ല. അത് തിയേറ്ററിൽ കുറെ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോ ഞാൻ ആർട്ടിസ്റ്റിന്റെ കൂടെ പടം കണ്ടത്. അതെ, അപ്പോ എല്ലാരും ഒരേപോലെ തന്നെ ആരുടെ മുഖത്തെ റിയാക്ഷൻ ഒന്നും നോക്കാനില്ല. വീട്ടിൽ ചെല്ലുമ്പോ ഫ്രണ്ട്സിന്റെ കൂടെ കാണുന്ന സമയത്ത് അവരുടെ മുഖമൊക്കെ നോക്കണം. അതെ, നാട്ടിലൊക്കെ ഭയങ്കര റിയാക്ഷൻ ആയിരിക്കും. തിയേറ്ററിൽ ഒരുപാട് കയ്യടിയും ബഹളമൊക്കെ ആയപ്പോ എന്താ തോന്നിയത്? വിനായകൻ എൻട്രിക്ക് കയ്യടി കിട്ടിയായിരുന്നു. വിനായകൻ എൻട്രി സൂപ്പർ എൻട്രിയാ, പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ മറ്റേ ഇത് വന്നു കുളിർ കോരി. കുളിർന്നല്ലേ കാസർഗോഡിൽ എങ്ങനെയാ കുളിറിന് പറയാ? ഇപ്പൊ പറയല, അത് രോമാഞ്ചം എങ്ങനെ പറയാ? അത് പറയറിയായിരിക്കും. വേണ്ട. ഇനി അടുത്ത പ്രോജക്റ്റുകളൊക്കെ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. പെറ്റ് ഡിറ്റക്റ്റീവിന്റെ റിവ്യൂ വളരെ രസകരമായി വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് മൂവീസ് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.